ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ സ്വന്തം വീട്ടുകാർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാക്ക് എന്നത് ഷോയിൽ സൗഹൃദമൊന്നും ഉണ്ടാക്കില്ലെന്നായിരുന്നു. എന്നാൽ അതല്ല നടന്നത്. ആദ്യത്തെ വീക്കിൽ ഞാൻ ഡെൻ ടീമിലായിരുന്നു. അൻസിബ, ഋഷി തുടങ്ങിയവരൊക്കെ ആ ടീമിലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വലിയ കൂട്ടായി. എന്നാൽ ഇച്ചിരി സത്യസന്ധത കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ ആഴ്ച തന്നെ ആ കൂട്ടുകെട്ട് തകർന്നു എന്ന് ബിഗ് ബോസിന് പുറത്തായതിന് പിന്നാലെ അപ്സര പറയുന്നു. ഞാനും ഋഷിയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പുറത്ത് ആ ടീമിലുള്ള ബാക്കി ആളുകളുമായും ഒരു അകൽച്ച വന്നു. അവസാനം ഞാൻ പുറത്തു വരുന്നത് വരെയും അതിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നു. കുറച്ച് പക്വതയോടുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ ഋഷിക്ക് ആ തെറ്റിദ്ധാരണ മാറിയേനെ. ഇനി പുറത്തിറങ്ങുമ്പോൾ അവന് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. സീസണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി റസ്മിനാണ്. അവൾ ഭയങ്കര ജെനുവിനാണ്. അവളെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ ശരണ്യയുമായി വഴക്കിടുകയും പിണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കാണിച്ച സ്നേഹം സത്യസന്ധമായിരുന്നു. അർജുന്റെ അടുത്ത് ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് ഞാനായിരിക്കും. അവന്റെ സഹോദരിയെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. ആ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയതും അർജുനോടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ എന്നോട് എന്തെങ്കിലും കാണിച്ചാൽ വലിയ വിഷമം തോന്നും. അത്തരമൊരു കാര്യം അർജുന്റെ അടുത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം വലിയ ഇഷ്ടമാണ്. ഫൈനൽ വരെ അവൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീധുവിനെയും വലിയ കാര്യമായിരുന്നു. നല്ല കുട്ടിയാണ്. ജാസ്മിനും അതുപോലെ തന്നെ. തുടക്കത്തിൽ തന്നെ അവളോട് വലിയ എതിർപ്പായിരുന്നു. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് നല്ല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ സൗഹൃദമാണോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നുമല്ലെന്ന് പറയും. എന്നാൽ ഗബ്രി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. ഗബ്രി എന്ന വ്യക്തിയെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവിടുത്തെ ഗെയിമിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവിടുത്തെ സൗഹൃദത്തിന്റെ പേരിലാണ് അവൾ പുറത്തായതെന്നറിയില്ല. അതിന്റെ പേരിലാണെങ്കിൽ ഗബ്രി മാത്രമല്ലല്ലോ, ജാസ്മിനും ഉണ്ടല്ലോ. രണ്ടുപേരും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഗബ്രി മാത്രം പുറത്തു പോകുന്നത് ശരിയല്ലെന്ന് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടെന്നും അപ്സര കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.